അമരക്കായ ക്യാരറ്റ് വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച അമരക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തുരുവി വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മൂടി അടച്ച് വെച്ച് നമുക്കിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ അമരക്കായ ക്യാരറ്റ് തോരൻ റെഡിയായി. വളരെ സിമ്പിളും പെട്ടെന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ കൂടിയാണിത്.